NDA ഇടുക്കി ലോക്സഭാ മണ്ഡല തിരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ റോഡ് ഷോയും കട്ടപ്പനയിൽ നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ടൗൺ ഹാളിൽ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു NDA ഇടുക്കി ലോക്സഭാ മണ്ഡല തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത്. കൺവെൻഷനിലേക്ക് എത്തിയ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിനെ ആരതി ഒഴിഞ്ഞാണ് വേദിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് നടന്ന യോഗം NDA സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നാനൂറിലധികം സീറ്റുകൾ നേടി നരേന്ദ്രമോദി സർക്കാർ അധികാരം നിലനിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾ തടയുവാൻ പോലും കഴിയാത്തവരെ ഇനിയും ജയിപ്പിക്കണോ എന്ന് ജനങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കണമെന്നും തുഷാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ഒരവസ്ഥ അന്ന് രാഹുൽ ഗാന്ധി ആദ്യമായി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നു. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കേരള ജനതയോട് പറഞ്ഞത്, അവർ വിശ്വസിച്ചിരുന്നത് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി പോകുന്നത് രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്നുള്ള വലിയ പ്രചരണത്തിനിടയിലാണ് അന്നത്തെ ഇലക്ഷൻ നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടി അന്ന് അഭിമുഖീകരിച്ചത്. ഇന്നത്തെ സാഹചര്യം അത് മുഴുവൻ മാറി. ഈ ഇന്ത്യയിലുള്ള ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും 400 സീറ്റിന് മുകളിൽ NDA വിട്ടുകയും ശ്രീ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നത്തെ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നത്. കോൺഗ്രസ് സംബന്ധിച്ചോളം 40 ആണോ 38 ആണോ 36 ആണോ എന്നുള്ളതാണ് അവരുടെ സംശയം. അനാവശ്യമായി പ്രത്യേകിച്ച് കേരളത്തിൽ ന്യൂനപക്ഷ വിരോധം എന്നുള്ള ഒരു വലിയ കുറുമ്പുകാരമായിട്ടാണ് ഈ പറയുന്ന NDA നേടുവാൻ വേണ്ടി LDFും UDFും എടുത്തുള്ള നിലപാട്. ഈ പറയുന്ന കോൺഗ്രസ് ഭരണകാലം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമുദായിക ശ്രദ്ധയുണ്ടാക്കി. ഇവിടെ ഏറ്റവും കൂടുതൽ മതപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടുള്ളത്. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം എന്താണ് പറഞ്ഞത്? വികസനമാണ് എന്റെ മതം എന്നാണ് പറയുന്നത്. ഈ രാജ്യത്ത് എല്ലാ സമുദായക്കാരും ഒരേ മനസ്സോടുകൂടെ ഇതിന്റെ ഇന്ത്യയുടെ വളർച്ചയോടൊപ്പം സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ജാതിസ്പർദ്ധ ഉണ്ടാകുന്ന ഒരു പ്രദേശമായി കേരളം മാറുകയാണ്. യോഗത്തിൽ NDA ഇടുക്കി ലോക്സഭാ കൺവീനർ KS സജി അധ്യക്ഷത വഹിച്ചു. കൺവെൻഷനെ തുടർന്ന് ടൗണിൽ നടന്ന റോഡ് ഷോയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. തുറന്ന വാഹനത്തിൽ ബാൻഡ് മേളത്തിന് അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി ജനങ്ങളെ കണ്ടത്. റോഡ് ഷോയിലും കൺവെൻഷനിലും NDA സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.